രാമേന്ദ്രൻ സാറേ, ഈ നേപ്പാളിലെ കലാപങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ ഒരു ബാർബറ ആഡംസ് എന്ന ഒരു സ്ത്രീയുടെ പേര് മാധ്യമങ്ങൾക്ക് വാർത്തകൾക്കിടയിൽ എവിടെയോ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ട്. എന്താണ് അവരുടെ ചരിത്രം? എന്താണ് ബാർബറ ആഡംസിൻ്റെ കഥ? എന്താണ്? ബാർബറ ആഡംസ് വളരെ സംശയാസ്പദമായ ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ബാർബറ ആഡംസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ, അവിടെ ഈ സുധാൻ ഗുരുങ് എന്ന് പറഞ്ഞൊരാളുടെ ഈ ഒരു NGO ഇതുമായി ബന്ധപ്പെട്ട് ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടൊരു NGO അവരാണല്ലോ ഈ ഏകോപിപ്പിച്ചതൊക്കെ, ഈ പ്രതിഷേധം എങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തണം, അക്രമം നന്നായിട്ട് നടത്തിയിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ രാജ്യാന്തര മാധ്യമങ്ങൾക്കൊക്കെ അയക്കണം എന്നൊക്കെ അയാൾ നടത്തിയ ചാറ്റുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ സുധാൻ ഗുരുങ്ങിനെ ഫിനാൻസ് ചെയ്തിരുന്നത് ഈ ബാർബറ ആഡംസ് ഫൗണ്ടേഷനാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബാർബറ ആഡംസ് ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ബാർബറ ആഡംസ് ന്യൂയോർക്കിലാണ് ജനിച്ചത്. 1961 അവർ ഇറ്റലിയിൽ നിന്ന് നേപ്പാളിൽ വന്നു. നേപ്പാളിൽ വന്നിട്ട് ഇവരൊരു ബാറിൽ വെച്ചിട്ട് നേപ്പാൾ രാജാവിൻ്റെ ഇളയ അനുജൻ വസുന്ധര എന്ന് സാധാരണ പെണ്ണുങ്ങൾക്കാണ് നമ്മൾ വസുന്ധര രാജ എന്ന്. ഇത് ഈ പയ്യൻ്റെ പേര് വസുന്ധര. അയാൾ വിവാഹിതനും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ബാറിൽ വെച്ച് കണ്ടു, അവർ പ്രണയത്തിലായി. പിന്നീട് ഇവർ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലുള്ളവർക്കൊന്നും ഇവരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവൻ കള്ളുകുടിച്ച് മരിച്ചുപോയി ഈ വസുന്ധര. അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇവരെ അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ കുറേ ആഭരണങ്ങളും ഒക്കെ ഭർത്താവ് കൊടുത്ത സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവര് നേപ്പാളിൽ നിന്ന് പോയില്ല. അവിടെ തന്നെ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട്. അപ്പോൾ ഇവരുടെ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് 1965 തന്നെ ഈ വസുന്ധര ഇവരോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം കമ്മ്യൂണിസ്റ്റുകൾ എത്താത്തത് എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുമായിരുന്നു എന്ന്. ഒരു അത്യാവശ്യം ഇടത് അനുകൂല, ഇടത് ലിബറൽ ഒക്കെയായി ജീവിച്ചൊരു കഥാപാത്രമാണ് ബാർബറ ആഡംസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരുടെ ബിരുദ പഠനം കഴിഞ്ഞിട്ട് ആണ് കയ്യിലുള്ളതൊക്കെ വിറ്റിട്ട് യൂറോപ്പിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അമേരിക്ക, ന്യൂയോർക്ക് നിന്ന് യൂറോപ്പിലേക്ക് എത്തുകയാണ് അവർ. യൂറോപ്പിൽ ഇവർ റോമിലെ വെനസ്വേല സെനറ്ററുടെ മക്കളുടെ ട്യൂട്ടറായിരുന്നു. റോമിലെ സെനറ്ററുടെ ട്യൂട്ടറായിരുന്നു, പഠിപ്പിക്കുന്നത്, അധ്യാപികയായിട്ട് കുട്ടികളെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ അമ്മ ഈ റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇന്ത്യയൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണമല്ലോ. അപ്പം അതിനുള്ള പൈസ ഉണ്ടാക്കണമെന്ന് ഇവർ വിചാരിച്ചു. അങ്ങനെയാണ് ആ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി നേപ്പാൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഇറ്റലിയിലെ ഒരു പത്രം മണ്ടോ ന്യൂവോവോ എന്ന് പറഞ്ഞ പത്രം, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ അവിടെ നിന്ന് അയക്കുന്ന എല്ലാ വാർത്തകളും ഞങ്ങൾ എടുത്തോളാം, പൈസയും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഇറ്റലിയിൽ നിന്ന് നേപ്പാളിലെത്തി 1961 രാജ്ഞിയുടെ സന്ദർശനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട്. അങ്ങനെ ചെന്ന് ഈ ബാർബറ ആഡംസ് കാഠ്മണ്ഡുവിലെ റോയൽ ഹോട്ടൽ, വളരെ പ്രശസ്തമായ ഹോട്ടലാണ്, റഷ്യക്കാരനായ ബോറിസ് ലിസനേവിച്ച് നടത്തിയിരുന്ന ഹോട്ടലാണ്. ഒരു റഷ്യക്കാരൻ നടത്തിയിരുന്ന ഹോട്ടലാണ് ഈ റോയൽ ഹോട്ടൽ. എല്ലാം സംശയാസ്പദമാണ്. ഈ റോയൽ ഹോട്ടലിൽ യാക്ക് ആൻഡ് യതി എന്നാണ് ബാറിന്റെ പേര്. നല്ല പേര്, യാക്ക് ആൻഡ് യതി ബാർ. ഈ ബാറിൽ വെച്ചിട്ടാണ് ഈ രാജാവിന്റെ അനുജൻ വസുന്ധരയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഇവർ വലിയ പ്രണയത്തിലുമൊക്കെയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടാരത്തിൽ താമസമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ആണ് ഈ 1965 ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ വന്നില്ലല്ലോ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വന്നു, മാവോയിസ്റ്റുകൾ തന്നെ ഭരണത്തിൽ വന്നു. അപ്പോൾ ഈ സമയത്ത് 2001 ജ്ഞാനേന്ദ്ര
അവിടെ രാജാവ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ വസുന്ധരയായിട്ട് ഇവർ കഴിയുന്ന കാലത്ത് ഇവര് തെരായിൽ പോയി. തെരായി മേഖലയിൽ, നേപ്പാളിൽ തന്നെ തെരായി മേഖലയിൽ അങ്ങനെ ആരും അന്വേഷിച്ച് പോകുന്നില്ല. പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ അപ്പൻ റൂസ്വെൽറ്റ് ഉണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ്, റൂസ്വെൽറ്റിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ വിദേശകാര്യ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ഒരാള്. ബാർബറയുടെ അച്ഛനോ? ബാർബറയുടെ ഒരു രാഷ്ട്രീയ കുടുംബമായിരുന്നു എന്നാണ് ബാർബറ പറയുന്നത്. അപ്പോ അവരുടെ അപ്പൻ റൂസ്വെൽറ്റിന്റെ കൂടെയായിരുന്നു. ഇവര് കുതിരസവാരിയൊക്കെ നടത്തി തെരായില് ഈ രാജകുമാരനും ബാർബറയും 3-4 ദിവസം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനിലെ അമേരിക്കൻ വിദേശ പ്രതിനിധി ഇവരെ അന്വേഷിച്ച് തെരായിലെത്തുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. ഒക്കെ സംശയാസ്പദ. ഇവർ പറയുന്നുണ്ട് എത്തിയ ഈ നയതന്ത്ര പ്രതിനിധി ഒരു കസിനായിരുന്നു, വെസ്ലി ആഡംസ്. അപ്പൊ അയാൾ പാകിസ്ഥാനിലൊരു നയതന്ത്ര പ്രതിനിധി, ഇവര് അവിടെ രാജകൊട്ടാരത്തില് സുഖമായിട്ട് ജീവിക്കുന്ന കാലത്ത് അവിടെ പാകിസ്ഥാനിലൊരു അമേരിക്കൻ പ്രതിനിധി ഇവരെ കാണാനെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് CIA അതിൻ്റെ അകത്ത് മണക്കുന്നുണ്ട്. 1900 അന്നത്തെ പാകിസ്ഥാൻ, അന്നത്തെ അമേരിക്ക, അത് നല്ല കണക്ഷനാണത്. അതെ. അപ്പോൾ പ്രത്യേകിച്ച് ഈ നിക്സന്റെ ഒക്കെ കാലത്തൊക്കെ ആണെങ്കിൽ 1971 എന്നൊക്കെ പറയുന്ന സമയമൊക്കെ നിക്സൺ മറ്റേ യുദ്ധമൊക്കെ നടക്കില്ലേ ബംഗ്ലാദേശ്, ആ സമയത്ത് നിക്സൺ ചൈനയുമായിട്ടൊക്കെ അടുപ്പത്തിന് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത്. ഇടനില നിൽക്കുന്നത് പാകിസ്ഥാനാണ് അന്ന്. 1978 ഈ വസുന്ധര കള്ളുകുടിച്ച് മരിച്ചുപോയി. 1978. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കുന്നത്. പിന്നെ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് മാധ്യമങ്ങളിലൊക്കെ കോളമിസ്റ്റൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. സാരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരം ഒക്കെ തൊട്ട് സനാതനിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലും ഒക്കെ. പക്ഷെ ആ സമയത്ത് ഇവര് പൊളിറ്റിക്സിൽ വലിയ തോതിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാനും ഒക്കെ ആയിട്ട് ഇവരുടെ എഴുത്തുകളിലൊക്കെ ഇവരിതൊക്കെ പറയാൻ തുടങ്ങി. വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം, രാജാവിന് ഇവിടുന്ന് ഓടിക്കണം, ഇനി ഭരണമല്ല നമുക്ക് വേണ്ടത്, ജനാധിപത്യമാണ് എന്നൊക്കെ ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ ഇതിൻ്റെ രംഗത്ത് ഒക്കെ വരുന്നത്. അപ്പം ഇവര് പിന്നീട് 2016 ഏപ്രിൽ 22 മരിച്ചുപോയി. ഇവര് 85ാം ജന്മദിനത്തിന്റെ 2 ദിവസം മുമ്പാണ് മരിച്ചത്, ഒരു ശസ്ത്രക്രിയക്ക് ശേഷം. അവിടെ തന്നെ നേപ്പാളിൽ തന്നെ മരിച്ചു. ഇടയ്ക്ക് ന്യൂയോർക്കിലേക്കൊക്കെ പോവുമായിരുന്നു. ന്യൂയോർക്കിലെ സൗത്ത് ഹോൾഡ് പള്ളിയിൽ ഇവർ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പള്ളിയുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു ഇവർക്ക്. എന്നിട്ട് ഫ്രീലാൻസ് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ബാർബറാസ് നേപ്പാൾ എന്ന് പറഞ്ഞൊരു ബുക്ക്, മറ്റേത് ട്രഡീഷണൽ ഭൂട്ടാനീസ് ടെക്സ്റ്റൈൽസ് എന്നാണ് അതിൻ്റെ പേര്. ഇവരുടെ മരണത്തിന് ഇവരുള്ളപ്പോൾ തന്നെ ബാർബറ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ആക്ടിവിസ്റ്റിന് പുരസ്കാരം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതിനുശേഷം ഇപ്പൊ ബാർബറ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. ആ ബാർബറ ഫൗണ്ടേഷനാണ് ഈ ഹമി നേപ്പാൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തിയ സുധൻ ഗുരുങ്ങിനെ ഫിനാൻസ് ചെയ്ത കൂട്ടത്തിൽ കൊക്കക്കോള തുടങ്ങിയ കമ്പനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊരു CIA ഏജന്റാണെന്ന് പല റിപ്പോർട്ടുകളിലും കാണാം. ഈ ബാർബറ ആഡംസ് പലപ്പോഴും രഹസ്യമായിട്ട് ഒരു സ്ഥലത്തല്ലേ, കൊട്ടാരത്തിലൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഭരണത്തിനെയൊക്കെ നയിക്കാനൊക്കെ പറ്റുമല്ലോ. CIA ഒരു ഏജന്റ് എന്നുള്ള നിലയ്ക്ക് അമേരിക്കയെ അനുകൂലമാക്കി നേപ്പാളിനെ തിരിക്കുക, കൊട്ടാരത്തിൽ തന്നെ ചാരവനിത എന്നുള്ള ഒരു അവസ്ഥയിൽ. അപ്പം അങ്ങനെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയ ശേഷം ഇവർ രാഷ്ട്രീയ കളിക്ക് പോയി. പിന്നീട് രാഷ്ട്രീയക്കാർ വന്നല്ലോ, ജനാധിപത്യ സർക്കാർ. അപ്പം ഇവരെ നേപ്പാളിൽ നിന്ന് തന്നെ പുറത്താക്കി.
ഓ ഈ രാഷ്ട്രീയ കളി പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ പോയില്ല. 2016 മരിച്ചുപോയി. പുറത്താക്കിയിട്ടും പോകാതെ പിടിച്ചു നിന്നു. ബാർബറ ഫൗണ്ടേഷൻ, ഈ പ്രക്ഷോഭത്തിന് ഈ പൈസ കൊടുത്ത ബാർബറ ഫൗണ്ടേഷൻ ഇപ്പോൾ നടത്തുന്നത് ഡോക്ടർ സന്ദുക് റോയിത്ത്, പിന്നെ ഒരു അഭിഭാഷക മോഹന അൻസാരി, അവർ മുസ്ലിമാണ്. ഈ മോഹന അൻസാരി എന്ന് പറയുന്നത്. അപ്പോൾ സന്ദുക്കിന് ഇതുപോലത്തെ കുഴപ്പക്കാർക്കൊക്കെ കിട്ടുന്ന സംഭവം കിട്ടി. മാക്സസെ പുരസ്കാരം കിട്ടിയ ആളാണ്. നമ്മൾ ഇവിടുന്ന് പത്മശ്രീയും കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാതെ ഈ ഡോക്ടർ സന്ദുക് റോയിത്തിന് 2018 ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃപരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവര് ഈ തിമിര ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന ഡോക്ടറാണ് ഇങ്ങേര്. പാവപ്പെട്ടവർക്കൊക്കെ ഇത് നടത്തി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവര്. അപ്പോൾ മോഹന അൻസാരിയാണ് അവിടുത്തെ ആദ്യത്തെ മുസ്ലിം നിയമ ഗ്രാജുവേറ്റ്, നിയമബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് നേപ്പാളിലെ ഈ മോഹന അൻസാരി. അപ്പോൾ ജിഹാദി ടെററിസ്റ്റ് ലിങ്കുകളൊക്കെ ഉള്ള ആളാണ് മോഹന എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ആംനസ്റ്റി ആയിട്ട് ബന്ധമുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇവിടുന്ന് കെട്ടിച്ചാണല്ലോ പലസ്തീൻ തീവ്രവാദികളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. 2020 ആംനസ്റ്റിയെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കെട്ടിച്ചിരുന്നു. അപ്പോൾ ഈ ഹമി നേപ്പാളിലെ ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് അവര് ഈ ബാർബറ ഫൗണ്ടേഷന്റെ ഓഫീസിലാണ് ഈ ഹമി നേപ്പാളിന്റെയും ഓഫീസ്. അതാണ് പ്രശ്നം. അപ്പോൾ ഈ ബലേൻ ഷാ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, മേയർ, ബലേൻ ഷായുടെ ഓഫീസിൽ ഗ്രേറ്റർ നേപ്പാളിന്റെ ഭൂപടമുണ്ട്. ഈ കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ ഈ പ്രക്ഷോഭം നടത്തിപ്പുകാരനാണ്. അങ്ങയുടെ ഓഫീസിൽ ഗ്രേറ്റർ നേപ്പാൾ ഭൂപടം വെച്ചിട്ടുണ്ട്. ആ ഭൂപടത്തിൽ ഗ്രേറ്റർ നേപ്പാൾ എന്താണെന്നറിയോ? ഖലിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെയാ. ഉത്തരാഖണ്ഡും സിക്കിമും ഇന്ത്യ വിരുദ്ധനാണ് ഇയാള്. ഹിമാചൽ പ്രദേശും ആ ഭൂപടത്തിലുണ്ട്. ഗ്രേറ്റർ നേപ്പാൾ. ആദ്യ പുരുഷ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ ബലേൻ ഷാ. നിരോധിക്കുകയും ചെയ്തു. ഇന്ത്യൻ സിനിമകൾ നിരോധിക്കണം എന്ന് പറയുന്ന ആളാണ്. അതിന് കാരണമായിട്ട് അയാൾ പറയുന്നത് സീത നേപ്പാളിയാണെന്നാണ്. അത് ഭാരതവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നേപ്പാളും ഒക്കെ അടങ്ങിയതല്ലേ, രാമായണ കാലത്തും ഒക്കെ. അപ്പോൾ ബംഗ്ലാദേശിലും റാപ്പ്, ഈ ഗായകനാണല്ലോ ഇയാള്, റാപ്പർ, വേടനെയൊക്കെ. ബംഗ്ലാദേശിലും റാപ്പർമാരുണ്ടായിരുന്നു പ്രക്ഷോഭ സമയത്ത്. ഷസാൻ റാപ്പർ, ഹന്നാൻ റാപ്പർ. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ദിൽജിത് ദോസാഞ്ച്, സിദ്ധു മൂസേവാല, ഇല്ലേ, ഇങ്ങനെ റാപ്പർമാരൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാർബറ ആഡംസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബാർബറ ജീവിച്ചിരുന്നപ്പോൾ തന്നെ CIA ഏജന്റ് ആയിരുന്നു എന്നൊരു സംശയമുണ്ട്. കഥകൾ നിറഞ്ഞൊരു ജീവിതം. യെസ്, എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ചാരസുന്ദരി വിത്തിട്ട ഒരു കലാപമാണ് ഇപ്പോൾ നേപ്പാളിൽ നിറഞ്ഞാടിയത് എന്ന് നമുക്ക് ന്യായമായി ഊഹിക്കാം. അതിനുള്ള തെളിവുകളും ആണല്ലോ സാറ് വിസ്തരിച്ച് പറഞ്ഞത്. ഓക്കെ സർ, ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.